വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ബസുമതി റൈസ് ബോയിൽ ചെയ്ത് ചൂട് ആറ്റി എടുത്തിട്ടുണ്ട്. ബസുമതി റൈസ് ബോയിൽ ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ റൈസ് ബോയിൽ ചെയ്ത് റെഡിയാക്കി എടുക്കുക. പിന്നെ ഒരു 50 ഗ്രാം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമിന് താഴെ ക്യാരറ്റ്, ഒരു 2-3 ബീൻസും എടുത്തിട്ടുണ്ട്. ബീൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പയറുമണി തെളിയാത്ത ബീൻസ് നോക്കി എടുക്കുക, അതായത് അധികം മൂക്കാത്ത ബീൻസ് നോക്കി എടുക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് അല്പം കുരുമുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, സോയാ സോസ്, അജിനോമോട്ടോ ചൈനീസ് ഫുഡിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതിന് ചൈനീസ് സാൾട്ട്, ടേസ്റ്റിംഗ് പൗഡർ എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് അല്പം പാം ഓയിൽ വേണം. പാം ഓയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ, ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ വെജിറ്റബിൾസ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ക്യാബേജ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതേപോലെയാണ് ക്യാബേജ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം നമ്മളുടെ ബസ്മതി റൈസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തക്ക വിധത്തിൽ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസൊക്കെ എല്ലാം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത്, അതായത് വാടാത്ത വെജിറ്റബിൾസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാരറ്റ് കട്ട് ചെയ്യുന്ന രീതി ഇതേ ടൈപ്പാണ്. അപ്പോൾ ക്യാരറ്റും ഏകദേശം നമ്മളുടെ ബസ്മതി റൈസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ പരമാവധി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ബീൻസും കട്ട് ചെയ്തെടുക്കുക. ബീൻസ് കട്ട് ചെയ്യുന്ന രീതി ഇതേപോലെയാണ്. വളരെ കനം കുറച്ചായിരിക്കണം കട്ട് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേമാതിരി കനം കുറച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് സെല്ലറി, ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ എന്നിവ കിട്ടാനുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചോപ്പ് ചെയ്ത് വയ്ക്കുന്നത് സൗകര്യമായിരിക്കും. അപ്പോൾ എനിക്ക് സെല്ലറി, സ്പ്രിംഗ് ഒനിയൻ, ലീക്സ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനത് ഇവിടെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഞാൻ 1 സ്പൂൺ പാം ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഈ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിളൊന്നും ഒരുപാട് കുക്കാവരുത്, നമ്മൾക്കൊരു ഹാഫ് കുക്കാണ് ആവശ്യം. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമ്മളുടെ വെജിറ്റബിൾസ് ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ റൈസ് മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ചൈനീസ് സാൾട്ട് അതല്ലെങ്കിൽ അജിനോമോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി തീ കൂട്ടിയിട്ട് മിക്സ് ചെയ്യാം. ഒരല്പം സോയാ സോസും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഒരു പോർഷൻ ഡിഷിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കൊടുക്കാം.
ഇപ്പോൾ റൈസ് ഞാനൊരു പോർഷൻ ഡിഷിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നമുക്ക് ഈ സമയത്ത് സെല്ലറി, ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ എന്നിവ കിട്ടാനുണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്ത് റൈസിൻ്റെ മുകളിൽ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമ്മൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.